എന്ത് പറഞ്ഞാലും മുണ്ടാതിരുന്നോളി. ഞാൻ പെരേക്ക് വരെ നിങ്ങൾക്ക് അറിഞ്ഞതല്ലേ. നിങ്ങൾ ഇന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ഒന്നല്ല നിങ്ങളെ മോനല്ലേ ഞാന്. നിങ്ങളെ വന്ന് നോക്കിയാ മതി. നിങ്ങളെ വയറും ഇതൊക്കെ നോക്കിയാ മതി. ഇന്നെ നോക്കൊന്നും വേണ്ടല്ലേ. ഇപ്പൊ ഉണ്ടാതിരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ കുറ്റബോധം. തെറ്റ് ചെയ്തപ്പോ കുറ്റബോധാണ്. ചെയ്തില്ലേ എന്താണ് എനിക്ക് ഞങ്ങളെ പെരയിൽ എന്തൊക്കെ ഉണ്ടാവും? നോക്കി വന്നിക്കണ്. അതൊക്കെ ശരിയാണ്. എന്താണ് പ്രശ്നം? എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഞങ്ങളെ പെരയില്? അല്ല ഉമ്മാന്റെ വർത്താനം അവിടെ നിന്ന് കേൾക്കണില്ലല്ലോ. ഉമ്മ മുണ്ടൂല ഉമ്മ. അങ്ങനെയാണ് ഉമ്മ. ഇപ്പൊ എന്താണ് ഞാൻ വന്ന് എന്നോട് പറയാ, ഇന്ന് കല്യാണം ഉണ്ടായില്ലേ, വീരക്കാരുടെ കല്യാണം ഉണ്ടായില്ലേ. ഞാൻ വീരക്കാരുടെ കല്യാണത്തിന് പോയി. ഇന്ന് ഉമ്മ രാവിലെ ഉമ്മ എണിച്ചിട്ട് കൊറേ ദോശ ചുട്ട് ഇമ്മാനോട് കല്യാണത്തിന് വരാൻ പറഞ്ഞത്. ഉമ്മ വന്നില്ല, അജ്ജ് പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ ബാക്കി കിട്ടിച്ച് കൊറേ നോക്കി കിട്ടിയില്ല. ദോശ എന്താണ് ബിരിയാണി ഒക്കെ തിന്ന് വന്നിക്കുമ്പോഴാണെങ്കിൽ പൈച്ചിട്ട് ഇവിടെ ദോശ ഒക്കെ ഞാൻ ഇത്ര അട്ടിക്കുണ്ടായിരുന്നു ദോശ. അതൊക്കെ ഇമ്പത്ത് തിന്ന് ഒന്നുകൂടി ബാക്കി വെച്ചില്ല. അതിനാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞത്. പിന്നെ അതിനല്ലാതെ പിന്നെ എന്തിനാ വർത്താനം പറഞ്ഞത്? ഇപ്പൊ കളത്തിയോളം വരും മുണ്ടാതിരിക്കുക. ദോശ ഒക്കെ തിന്ന് ഉണ്ടായിരിക്കണല്ലേ. മുണ്ടാതിരിക്കാണ്. പൈച്ചെടുക്കാനും വയ്യ. ഇന്റെ സൗണ്ട് കേട്ടാ വണ്ടി വരുന്നപ്പോ എന്ത് പറ്റി? വരൂല. ഞാൻ നല്ല ചീത്ത അറിയണു. മോനെ എത്ര പോലെ ദോശ ഉണ്ടായിരുന്നു അറിയാ. ഇപ്പൊ പറയാനുള്ള ഇജി അവിടുന്ന് അമുക്കി വന്നതല്ലേന്ന്. ശരിയാലോ, കല്യാണത്തിന് പോയി വന്നപ്പോ ഞാൻ ദോശ വെച്ചിട്ട് സന്തോഷിച്ചിട്ട് വന്നതാണ്. തളച്ചാറുണ്ടായിരുന്നു, തളേന്റെ ചാറുണ്ടായിരുന്നു. അതൊക്കെ തിന്നുമ്മ. എനിക്ക് തളച്ചാറ് ഭയങ്കര ഇഷ്ടാണ്. വേണമെന്ന് മുണ്ടാതിരിക്കാണ്. ആകെ പോട്ടോ ഞാൻ അത് പിന്നെ ഉണ്ടാക്കി തരും. വന്ന് ഞാൻ രണ്ട് ഒച്ച എവിടെ കേൾക്കുന്നുണ്ട്. വരോന്ന് വന്നിട്ട് എത്തി നോക്കി. ഞാൻ ഈ തരണം വേണ്ടിട്ട് ഞങ്ങളെ വരവ് എന്തൊക്കെ ഉണ്ടാവുക വന്ന് എത്തിയേക്കേണ്ട ആവശ്യമുണ്ട. എന്നാലും അങ്ങനല്ലല്ലോ, ഒരു വീട്ടില് അയൽവാസികള് പ്രശ്നം ഉണ്ടാവുക വന്നോക്കണ്ടേ. വന്നോക്കാന്ന് വെച്ചാൽ ഞാൻ ഓർക്കൊക്കെ അറിയണല്ലേ. ഓരോരുത്തർ താത്ത പറയാലോ, ഓരോട് ഉമ്മാനോട് ഇങ്ങോട്ട് പോരുന്നു. പള്ളി മോനെ എന്നുള്ളതാണ് മനുഷ്യന്മാരെ കൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞ ചീത്തറിഞ്ഞ വേണ്ടിട്ട് പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും വരില്ല. താത്ത അറിയാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമ്മി മോനെ അനുഭവിച്ചോളും, ഞങ്ങള് വരില്ല. പറഞ്ഞത് ശരിയല്ലേ. എന്താ ഒരു നാള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയില്ലേ, അന്നൊന്നും ഓര് വന്നില്ല, ഞങ്ങളെ വിളിച്ചില്ലല്ലോ താത്ത. ഇപ്പൊ ഒരു വണ്ടി വന്ന് കണ്ടില്ലേ. അല്ല എന്താണ് ആവശ്യമായിട്ട് വന്നോ? ഇപ്പൊ ഞാൻ വന്ന പോലെ ഒരു നാള് തന്നിട്ടാ. നാളെ നിറച്ചു ബിരിയാണി തന്നെ. അതുപോലെ എന്നിപ്പോ തരണപ്പോ എനിക്ക് ബിരിയാണി അല്ല, ഞങ്ങൾ നാളെ നെയ്ച്ചോറുണ്ടാക്കിയപ്പോ ഒരു കൂടെ പോയി. അപ്പൊ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതാവൂലേ? ചിലപ്പോ അങ്ങനെ ആവും. നെയ്ച്ചോറിന് നോക്കുമ്പോ ഉമ്മ തന്നില്ലാണ് ദോശ. ഞാൻ പിന്നെ തരൂ. പിന്നെ ഇപ്പൊ കല്യാണത്തിന് പോയിട്ട് എപ്പോഴാ വന്ന്? കല്യാണത്തിന് പോയി ഞാൻ വെള്ളം നിറച്ച് തിന്നു. ഒരു ബാക്കി തന്നില്ല. ചോറ് കൊണ്ടുവന്നില്ല. എന്താണ് ഞാന് പാത്രമായിട്ട് ചെന്നപ്പോ ഒരു തള്ള പറഞ്ഞു, എന്താണ് ഇത്ര പോകുന്നില്ല ഞാൻ പറഞ്ഞവനെ, ഇപ്പോഴും കുട്ടികളെ മരുന്ന് നടക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് വണ്ടിച്ചു. പറഞ്ഞത് ശരിയാലോ. എന്ത് പറഞ്ഞത് ശരിയാണ്. തന്നോടവർക്ക് ഏത് കല്യാണത്തിന് പോയാലും ഒരു ചെമ്പ് ചോറായിട്ട് വരൂ. ചെമ്പ് ചോറ് വേണല്ലോ, എന്നാലും അങ്ങ് തയ്യോളും. എന്നിട്ട് മുണ്ടാത്തടിന്നോളി എന്തൊക്കെ ഇറുക്കുണ്ടെങ്കില് ഞാൻ വരും. ആ പാവാട് ഇരുന്നോട്ടെ. പാവം നല്ല പാവാണ്. എന്റെ മുന്നിലെ പാവം നല്ല തിന്നു, ഇന്നെക്കാട്ടും തിന്നു. എന്നിട്ട് മുണ്ടാതെ ഇരിക്കാണ്. അല്ല ഇജി പുള്ളി തീറ്റും കൂടിയായിട്ട് ഇങ്ങനെ നടന്നോ? പണിക്കും പോവാതെ. പണിക്കൊക്കെ ഓരോ തയ്യാ തേങ്ങ വെക്കാൻ മുട്ടി. എന്നോട് പറയാ ഓരോ തേങ്ങ വെക്കാൻ മുട്ടാൻ ഓരോ വെച്ചിട്ട് നിക്കാൻ വയ്യ. ഇനി ഞാൻ പോവൂല. അവിടെ തേങ്ങ വെക്കാൻ പോയില്ലേ, എന്നിട്ട് ഓരോ വെച്ചിട്ട്. പിന്നെ ഇങ്ങനത്തെ ആളാണ് കല്യാണം കഴിക്കാൻ നടക്കുന്നത്. കല്യാണം ഇതൊക്കെ എന്താണ്? കല്യാണം വേറെ അല്ലേ, തേങ്ങ വെക്കല് വേറെ അല്ലേ. അല്ല പണിക്കോവാതെ കുടുംബം നോക്കണ്ടേ. അപ്പൊ പണിക്കോ റേഷൻ അരി ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ മതി. റേഷൻ അരി ഒന്നും പഴമാരി ഒന്നും കിട്ടില്ല കുഞ്ഞാപ്പോ. ഉപ്പുമോള് ഇറക്കണ്ടല്ലോ, ഒക്കെ മതി. അരി വേണ്ടേ? റേഷന്റെ അരി കിട്ടൂന്ന് പറഞ്ഞില്ല എന്നോട്. ദേശം പിടിപ്പിക്കാതെ പോണ്ട. എവിടേക്ക് പോണ്ടോന്ന് ചോദിക്കണേ. പോയിട്ടാ ഇമ്മാ നിങ്ങൾ പോവേണേ. പോയടാ വരുമ്പോ എന്തിനും കൊണ്ടിട്ടേ ഞങ്ങൾ മുണ്ടിക്കണട്ടാ. ഉമ്മ ഞാൻ മുണ്ടിക്കണെന്നു. പിന്നെ പറയാ വാവാ തിരിഞ്ഞില്ലേ ഒന്നും കൊണ്ടില്ല മുണ്ടിക്കണെന്ന് പറഞ്ഞപ്പോ കൊണ്ടു. പാവന്നില്ലേ മക പഴിച്ചിട്ടാവൂലേ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എന്റെ ഉമ്മയല്ലേ, അപ്പൊ എന്റെ മാതിരി മകൻ പഴിക്കൂലേ. പിന്നെ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ.
എന്നാലും എത്രപോലെ 100 ദോശ ഒക്കെ തിന്ന് 100 ദോശ അപ്പൊ എന്താ എന്റെ കല്യാണം ഉണ്ടാ 100 ദോശൊക്കെ അല്ല അങ്ങനെ ഉണ്ടാക്കാറ് ഒരു പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നു ഇമ്മാരെയുള്ള ഇച്ചി ഇമ്മന്ന് ചോറ് വെച്ചില്ല അത്ര ഇജി അവിടുന്ന് കയറ്റി വരുമെന്ന് ഞാൻ വിചാരിച്ച് അപ്പൊക്ക് പൈസ ഞാൻ തിന്നത് പറഞ്ഞു ശരിയാലോ അപ്പൊ ഉമ്മ ചോറ് വെച്ചിട്ടില്ലടോ അപ്പൊ ഉമ്മ രാത്രി ഉച്ചക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര നീ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഉണ്ടാക്കൂലേ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാറല്ലേ ഇതിനിപ്പോ എന്റെ ഇത് കേട്ട് ഇരിക്കാൻ വയ്യായിട്ട് പോയതാവും എന്റെ വർത്താനേ പോണ അപ്പുറത്ത് കൂടെ ഞാൻ പോയേക്കാട്ടാ അവിടെ സൗണ്ട് കേക്കുന്നുണ്ട് ഉമ്മാനത് പോയേക്കാട്ടാ ഉമ്മാനോട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയട്ടെ എന്നാ വായിലടച്ച് പോയിക്കൊന്നാ